ഭദ്രദീപവും പീഠവും പട്ടും നാളികേരവും കണ്ണാടിത്തിടമ്പും ഒരുക്കി വച്ചിരിക്കുന്ന പന്തലിലേക്ക് കോമരമെത്തുമ്പോൾ നല്ല പാണ്ടിയുടെ കലാശമായി. വാദ്യചതുഷ്ടയങ്ങളിൽ ഘനവാദ്യമായ ചെണ്ടയിൽ ചെമ്പടതാളത്തിന്റെ മേളമുയരുമ്പോൾ പന്തലിൽ ഒരു സുമംഗല ഐശ്വര്യസൂചകമായി പറനിറയ്ക്കും. പീഠം പ്രദക്ഷിണം ചെയ്യുന്ന കോമരം മേളകലാശത്തോടെ പള്ളിവാൾ പീഠത്തിൽ പ്രതിഷ്ഠിച്ച് ആടയാഭരണങ്ങൾ അഴിച്ചുവെച്ച് അവിടെ നിന്നും പിന്മാറുന്നു. ഖഡ്ഗം ചക്രഗദേഷു ചാപപരിഖാൻ ശൂലം ഭുഷുണ്ഡീം ശിര. ദേവിയെ പന്തലിലേക്ക് ആവാഹിച്ച് കുടിയിരുത്തിയ ശേഷമാണ് പാനയുടെ ആദ്യ പൂജകൾ ആരംഭിക്കുന്നത്. കൊട്ടിച്ചകംപൂകൽ എന്നാണ് ദേവിയുടെ ആവാഹനക്രിയയ്ക്കുള്ള സാങ്കേതിക സംജ്ഞ. ജലം നിറച്ച കിണ്ടികളും ഓടം നിറയെ ചന്ദനവും പൂക്കളും അക്ഷതവും നെയ്യും ശർക്കരയും പഴവും പന്തങ്ങളും ഒരുക്കി പൂജാരി കർമ്മങ്ങൾ ആരംഭിക്കും. മന്ത്രപുരസരമായ മണികുട്ടി പൂജയല്ല, മറിച്ച് ചെണ്ടയിൽ നിന്നുയരുന്ന സ്വരവിന്യാസങ്ങളാണ് പൂജയ്ക്ക് പ്രധാനമായുള്ളത്. ചെണ്ടയും കുഴിതാളവും കൊമ്പും കുഴലും മേളത്തിനുപയോഗിക്കുന്നു. പൂജാരിയിൽ നിന്ന് തീർത്ഥവും പ്രസാദവും സ്വീകരിച്ച് വന്ദിച്ച ശേഷമാണ് മേളക്കാർ കൊട്ടാരംഭിക്കുന്നത്. താളാനുസൃതമായ പൂജയിൽ ഗണപതി നൈവേദ്യവും ദേവീവന്ദനവും കഴിഞ്ഞാൽ ദീപപൂജയാണ് നടക്കുക. കൊടിവിളക്കിന് പകരം കൊച്ചു പന്തങ്ങളാണ് ദീപാർപ്പണത്തിനായി ഉപയോഗിക്കുന്നത്. പൂജയ്ക്കനുസരിച്ചുള്ള കൊട്ടും കൊട്ടിനനുസരിച്ചുള്ള പൂജയും ഇടകലരുന്ന ഈ അനുഷ്ഠാനവേള തനത് കേരളീയ കലാപാരമ്പര്യത്തിന്റെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു. ശാക്തിക ആരാധനയിൽ കാണുന്ന താന്ത്രിക വിധികളുടെ നാടോടി വഴക്കം പൂജകളിൽ നിഴലിക്കുന്നുണ്ട്. ഈ പൂജകൾ അവസാനിക്കുന്നതോടെ ദേശപ്പാനയുടെ രാവിലത്തെ ചടങ്ങുകൾ പൂർണ്ണമാകുന്നു. ഉച്ചഭക്ഷണത്തിനു ശേഷം പുനരാരംഭിക്കുന്ന പാനച്ചടങ്ങുകളിൽ ആദ്യമായി പന്തലിൽ പാലക്കൊമ്പ് നാട്ടുകയാണ് ചെയ്യുന്നത്. പാലക്കൊമ്പ് ഭഗവതീ സങ്കല്പമാണ്. പാലക്കൊമ്പിന് ചുറ്റും ചെത്തിമിനുക്കിയ കവുങ്ങിന്റെ 4 കാലുകൾ സ്ഥാപിച്ച് അവയ്ക്കുമേൽ പന്തലിനുള്ള ഉത്തരങ്ങൾ സ്ഥാപിക്കുന്നു. പാനയ്ക്കുള്ള സാധനങ്ങളെല്ലാം അത് നടക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് നിർമ്മിക്കുന്നത്. അതാത് ജോലികളിൽ വൈദഗ്ധ്യം നേടിയവർ ഇതിനായി സ്വയം മുന്നോട്ടു വരുന്നു. നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന ഈ താൽക്കാലിക ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ പാലയുടെ ഇലകൾ പാകി ഭംഗിയാക്കുന്നു. കുരുത്തോലയും പൂമാലയും പൂക്കുലകളും കൊണ്ട് പന്തലിന്റെ ഓരങ്ങൾ കമനീയമായി അലങ്കരിക്കും. മുകളിൽ കോടിവസ്ത്രം കൊണ്ട് കൂറയും കെട്ടിയിരിക്കും. പഞ്ചവർണ്ണ പൊടി കൊണ്ട് പീലിക്കണ്ണായി വരച്ച കളമാണ് പന്തലിന്റെ തറയെ കമനീയമാക്കുന്നത്. പാലക്കൊമ്പിന് മുന്നിൽ പീഠം സ്ഥാപിച്ച് അതിൽ വാൽക്കണ്ണാടി തിടമ്പ് പ്രതിഷ്ഠിക്കുന്നു. ഒപ്പം പള്ളിവാളും വെച്ചിരിക്കും. പന്തലിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് തിരുവാഭരണങ്ങളും വടക്ക് കിഴക്ക് മൂലയിൽ ഗുരുതിജലവും ഉണ്ടാകും. പന്തലിന് പുറത്ത് ക്ഷേത്ര സംരക്ഷകനായ ക്ഷേത്രപാലനെ സങ്കൽപ്പിച്ച് നിലവിളക്ക് തെളിയിക്കും. മണ്ഡപത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വാഴപ്പോള കൊണ്ട് നിർമ്മിച്ച് കുരുത്തോല നുരുക്കുകൾ കുത്തിയ പോള അമ്പലം സ്ഥാപിച്ചിരിക്കും. ഈ ക്ഷേത്രം ചക്രത്തിനു മേൽ ചലിക്കുന്നതാണ്. മണ്ഡപത്തിന് ചുറ്റുമായി നിർമ്മിക്കുന്ന 16 കാലുകളുള്ള പന്തലിലാണ് പാനക്കാർ ഇരുന്ന് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിനു ചുറ്റുമായി കാഴ്ചക്കാർക്കുള്ള പന്തൽ ഒരുക്കിയിരിക്കും. പാനയ്ക്കുള്ള വസ്തുക്കളെല്ലാം പുതുതായിരിക്കണമെന്നതാണ് ആചാര്യമതം. പന്തൽ അലങ്കരിക്കുന്നതിനും തിരി തെറുക്കുന്നതിനും പൂജാസാധനങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി ഒട്ടനവധി പേർ ഇവിടെ ഒന്നിക്കുന്നു. പ്രാദേശിക ജനതയുടെ കൂട്ടായ്മയിലാണ് പാനയുടെ ചുറ്റുവട്ടങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. പാനയ്ക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങും ആചാരപരമായി തന്നെയാണ് നിർവഹിക്കപ്പെടുന്നത്. പച്ച മുരുക്കുമരത്തിൽ നിർമ്മിക്കുന്ന കുറ്റികളും ശരക്കോലും ധൂപക്കുറ്റിയും ശില്പികൾക്ക് അവകാശങ്ങൾ നൽകി പൂജാരി ഏറ്റുവാങ്ങുന്നു. ഈ കുറ്റികളിൽ പൂക്കുലകൾ ഉറപ്പിച്ചാണ് മണ്ഡപത്തിനു മുന്നിൽ നിരത്തിവെക്കുന്നത്. സന്ധ്യാനേരത്ത് തട്ടകക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുമ്പോൾ പാനപ്പന്തലിൽ ആരാധനയും ആഘോഷ പരിപാടികളും അരങ്ങേറുന്നു.
തുടർന്നുള്ള രാത്രിയിലാണ് പാനയുടെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. ഇതിൽ പഴുക്കടക്കയും പുകയിലയും വെറ്റയും വച്ച് പൂജാരി പാനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും താമ്പൂല ദക്ഷിണ നൽകുന്ന ചടങ്ങാണ് ആദ്യം. പന്തലിന് വടക്കുവശത്തിരിക്കുന്ന മേളക്കാർക്ക് പൂജാരി പൂവും പ്രസാദവും നൽകുന്നതോടെ അവർ കൊട്ടാരംഭിക്കുന്നു. ചെണ്ട തറയിൽ കിടത്തിയിട്ടാണ് വാദനം ചെയ്യുന്നത്. മേളക്കാർ ഗണപതിക്കൈ കൊട്ടുമ്പോൾ കുളിച്ചൊരുങ്ങി വന്ന പൂജാരി മണ്ഡപത്തിനു ചുറ്റും താളക്രമത്തിൽ വലം വയ്ക്കുന്നു. പ്രധാന പ്രതിഷ്ഠയിലും മണ്ഡപത്തിന്റെ 4 നടയിലും നിന്നുകൊണ്ട് താളത്തിനൊത്ത് പൂവാരാധിച്ച് വന്ദിക്കുന്ന ഈ ചടങ്ങ് നടന്ന പൂജ എന്നറിയപ്പെടുന്നു. തുടർന്ന് മണ്ഡപത്തിൽ ഉപവിഷ്ടനായി തീർത്ഥം തയ്യാറാക്കുന്ന പൂജാരി ആത്മപൂജയും വിളക്ക് പൂജയും ഗണപതി പൂജയും നടത്തുന്നു. പൂജകൾക്ക് മന്ത്രങ്ങളില്ല. കൈമുദ്രകളും ചെണ്ടയുടെ നാദമന്ത്രധ്വനിയുമാണ് ഈ സന്ദർഭത്തെ ഭക്തിസാന്ദ്രമാക്കുന്നത്. ഗണപതി നൈവേദ്യവും ജലഗന്ധ പുഷ്പാദികൾ കൊണ്ടുള്ള ദേവീ പൂജയും ചടങ്ങുകളുടെ ഭാഗമാണ്. ധൂപക്കുറ്റിയിൽ അഷ്ടഗന്ധം പുകച്ചും ചെറുപന്തങ്ങളിൽ ദീപജ്വലനം നടത്തിക്കൊണ്ടുമാണ് പൂജാ സമർപ്പണം നടത്തുന്നത്. പാൽക്കിണ്ടി എഴുന്നള്ളിപ്പാണ് പാനയിലെ അടുത്ത ചടങ്ങ്. പശുവിൻ പാൽ നിറച്ച കിണ്ടിയിൽ പൂക്കുലയും വാൽക്കണ്ണാടിയും വെച്ച് പൂവുകൊണ്ട് അലങ്കരിച്ച് തയ്യാറാക്കുന്ന ഉപഹാരമേന്തിക്കൊണ്ട് പൂജാരി മണ്ഡപത്തെ പ്രദക്ഷിണം ചെയ്യും. വാദ്യക്കാർ ഏറെ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാണ്ടിമേളമാണ് ഇതിന് അകമ്പടി വാദ്യമാകുന്നത്. 3 പ്രദക്ഷിണം പൂർത്തിയാകുമ്പോൾ നർത്തകൻ പാൽക്കിണ്ടി പീഠത്തിലിറക്കി വയ്ക്കുന്നു. നൈവേദ്യവും അഗ്നിസമർപ്പണവും കഴിഞ്ഞ ശേഷം പൂജാരി വീണ്ടും നൃത്തപ്രദക്ഷിണം ആരംഭിക്കുന്നു. ഇതിൽ 4 നടയിലും അഷ്ടകോണുകളിലും ജലവും പുഷ്പവും സമർപ്പിച്ച് വന്ദിക്കുന്ന ചടങ്ങുമുണ്ട്. പോളനുറുക്കുകളും വാഴയില നുറുക്കുകളും ഇതിനുശേഷം സമർപ്പിക്കുന്നു. അഷ്ടദിക്പാലകന്മാർക്ക് ചോറ് തൂകുന്നത് പോലെ അക്ഷതവും പുഷ്പവും അർപ്പിച്ച ശേഷം ദേവീനടയിലെത്തുന്ന പൂജാരി അവിടെ പുഷ്പാർച്ചന നടത്തി നമസ്കരിക്കുന്നു. ഇതിനുശേഷം പാനയിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ തിരിയൊഴിച്ചിൽ തുടങ്ങുന്നു. 2 കൈകളിലും തിരിക്കെട്ട് കത്തിച്ച് ദേവീനടയിലും അഷ്ടകോണുകളിലും ക്ഷേത്രപാല സങ്കല്പത്തിനു മുന്നിലും നിന്നുകൊണ്ട് പൂജാരി തിരിയൊഴിച്ചിൽ നടത്തുന്നു. നൃത്തരൂപത്തിൽ കൊട്ടിനൊത്ത് താളത്തിൽ ചലിച്ചുകൊണ്ടുള്ള ചടങ്ങാണ് തിരിയൊഴിച്ചിൽ. 3 പ്രദക്ഷിണം കഴിഞ്ഞ് അഴൽ കത്തിച്ചുകൊണ്ട് പൂജാരി പൂജകൾ ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ തിരിയൊഴിച്ചിൽ ചടങ്ങ് ആരംഭിക്കുന്നു. കെട്ടിനൊത്ത് തികഞ്ഞ മെയ്വഴക്കത്തോടെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ചുവടുകളും ചാട്ടങ്ങളും പിഴയ്ക്കാതെ ചടങ്ങ് പൂർത്തീകരിക്കുവാൻ ദീർഘനാളത്തെ കഠിന പ്രയത്നം ആവശ്യമാണ്.
തിരികൾ അണയാതെ പ്രദക്ഷിണമായും അപ്രദക്ഷിണമായും ഒഴിച്ചിൽ ആവർത്തിക്കുന്നു. തിരിയൊഴിച്ചിൽ കഴിഞ്ഞാൽ ശേഷിച്ച തിരികൾ ദേവീനടയിൽ സമർപ്പിക്കും.